അല്ല ചോട്ടുമാനെ, നിനക്ക് സുഖമില്ലാത്തൊരു സാഹചര്യത്തിൽ നിന്റെ ഉറ്റ സുഹൃത്ത് എവിടെ പോയി? എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവാറുള്ള ആളല്ലേ? അറിയില്ല എവിടെ പോയെന്ന്. രാവിലെ പോയതാ, ഇതുവരെ വന്നില്ല. അത് വിചാരിച്ചു കാണും നീ സുഖമില്ലാതിരിക്കുമ്പോൾ നിന്നെ ശുശ്രൂഷിക്കണമെന്ന്. മുങ്ങുന്നതാ നല്ലതെന്ന് വിചാരിച്ചു കാണും. അതുകൊണ്ടായിരിക്കും ഓടിപ്പോയത്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അതങ്ങനെ തന്നെയാണ്. ഞാൻ പറഞ്ഞിരുന്നില്ലേ, സമയം വരുമ്പോൾ നിനക്ക് ഞങ്ങളുടെ സൗഹൃദത്തിന്റെ വില മനസ്സിലാവുമെന്ന്. ഇതാണ് ആ സമയം. അവര് പറഞ്ഞ കാര്യം കേട്ട് ചോട്ടുമാന് നല്ല വിഷമമായി. അങ്ങ് ദൂരെ ഒരു കാട്ടിൽ ചോട്ടു എന്ന് പറയുന്ന മാനുണ്ടായിരുന്നു. അവന് കാട്ടിൽ താമസിക്കുമ്പോ ഒറ്റപ്പെട്ട പോലെ എപ്പോഴും തോന്നും. എന്തു വലിയ കാടാണ് ഞങ്ങളുടേത്, എന്നിട്ടും എന്താ എനിക്ക് ഒറ്റപ്പെട്ട പോലെ എപ്പോഴും തോന്നുന്നത്? എനിക്ക് കൂട്ടുകാരുണ്ടായിരുന്നെങ്കിൽ. ആ സമയം അവിടുന്ന് കഴുതപ്പുലി, ചെന്നായ, കരടി പോവായിരുന്നു. എന്തിനാ ഒറ്റയ്ക്ക് ജീവിക്കുന്നത്? ഞങ്ങളോടൊപ്പം കൂട്ടുകൂടൂ. നിന്റെ കൂടെ കൂടാൻ ഞങ്ങളും ഉണ്ട്. ഞാൻ നിന്റെ അടുത്ത് കൂട്ടാവാനോ? നിനക്ക് എപ്പോഴും മറ്റുള്ളവരെ പറ്റിക്കണതല്ലേ ഇഷ്ടം. ആഹാരം മോഷ്ടിക്കുക, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുക. നിന്റെ കൂടെ കൂട്ടുകൂടിയാലേ ഞാൻ ചീത്തയാവും, അത്രേ ഉള്ളൂ. അതിനേക്കാളും നല്ലത് ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്നതാ. സമയം വരുമ്പോൾ നിനക്ക് ഞങ്ങളുടെ സൗഹൃദത്തിന്റെ വില മനസ്സിലാവും. നമുക്ക് നോക്കാം. അത് പറഞ്ഞ് 3 പേരും അവിടുന്ന് പോകും. കുറച്ചു നേരം കഴിയുമ്പോ അവന്റെ പ്രായമുള്ള ഒരു ആന അവിടേക്ക് വരുന്നതായിട്ട് കാണും. ഹലോ പ്രിയപ്പെട്ട മാനെ, എന്റെ പേര് ജംബോ ആന എന്നാണ്. ഞാൻ ഇന്നാണ് ഈ കാട്ടിൽ വന്നത്. നിന്റെ പേരെന്താണ്? എന്റെ പേര് ചോട്ടുമാൻ എന്നാണ്. ചെറുപ്പം തൊട്ടേ ഞാൻ ഈ കാട്ടിലാണ് താമസിക്കുന്നത്. ഇത് പറയുമ്പോഴേക്ക് രണ്ടുപേർക്കും ചിരി വരും. അങ്ങനെ അവര് രണ്ടുപേരും നല്ല രീതിയിൽ സംസാരിക്കാൻ തുടങ്ങും. ചോട്ടുമാനെ, ഇവിടെ എനിക്ക് താമസിക്കാനായിട്ട് അടുത്തെങ്ങാനും വല്ല സ്ഥലവുമുണ്ടോ? അതെ, ഈ കാട്ടിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അങ്ങനെ എന്റെ കൂടെ വാ. മാൻ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവിടെ പച്ചപ്പുണ്ടായിരുന്നു, നല്ല സ്ഥലവുമായിരുന്നു. ഇത് കൊള്ളാമല്ലോ. ഇവിടെ എനിക്ക് ഇഷ്ടമുള്ള വീട് വളരെ എളുപ്പത്തിൽ നിർമ്മിക്കാമല്ലോ. അതേ കൂട്ടുകാരാ, ഇതിന് ഞാനും നിന്നെ സഹായിക്കാം ഉറപ്പായിട്ടും. പ്രിയപ്പെട്ട കൂട്ടുകാരാ, എനിക്കുള്ള വീട് ഞാൻ തന്നെ നിർമ്മിക്കും. അതിനുവേണ്ടി ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കില്ല. ഇത് കേട്ടിട്ടും മാൻ അവനെ സഹായിക്കുന്ന കാര്യത്തിൽ പുറകോട്ടായില്ല. അവര് നല്ല വീടുണ്ടാക്കാൻ വലിയ തടികൾ, പച്ച പുല്ലുകൾ, മേൽക്കൂര കെട്ടാൻ വേണ്ടി കുഞ്ഞു കുഞ്ഞു കൊള്ളികളും എടുത്തു. രണ്ടുപേരും ചേർന്ന് 2 ദിവസത്തിനുള്ളിൽ തന്നെ നല്ലൊരു കുടിലും കെട്ടി. കൊള്ളാം, എന്ത് ഭംഗിയുള്ള വീടാ നിർമ്മിച്ചിരിക്കുന്നത്. നിന്നോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് മാനെ. നന്ദിയുടെ ആവശ്യമില്ല, നീ എന്റെ നല്ല കൂട്ടുകാരനാ. ഇത് ഞാൻ ചെയ്യേണ്ടതല്ലേ. രണ്ടുപേരുടെ ചങ്ങാത്തം അങ്ങ് കൂടുകയും ചെയ്തു. വൈകുന്നേരമായപ്പോ മാൻ ആനയെ വിട്ടിട്ട് അവന്റെ സ്വന്തം വീട്ടിലേക്ക് പോയി. മാൻ എന്നും ആനയുടെ വീട്ടിൽ വരും. രണ്ടുപേരും ഒരുപാട് നേരം സംസാരിക്കും. പക്ഷെ ഒരു ദിവസം മാൻ ജംബോ ആനയുടെ അടുത്ത് വന്നില്ല. അവന് ഭയങ്കര സങ്കടമായി. അങ്ങനെ അവൻ ചോട്ടുമാന്റെ അടുത്ത് എത്തി. അയ്യോ, എന്തു പറ്റി ചോട്ടുമാനെ? നീ എന്താ ഇന്ന് വീട്ടിലേക്ക് വരാഞ്ഞത്? ജംബോ മാനെ, എനിക്ക് ഭയങ്കര വേദന എടുക്കുന്നു. എനിക്ക് നേരെ നിൽക്കാൻ പോലും പറ്റുന്നില്ല. ആന അവന്റെ തുമ്പിക്കൈ കൊണ്ട് തന്നെ മനസ്സിലാക്കി ചോട്ടുമാന് പനിയുണ്ടെന്ന്. പ്രിയ കൂട്ടുകാരാ, നിനക്ക് നല്ല പനിയുണ്ട്. ഇത് പറഞ്ഞ് ആന എന്തോ ആലോചിച്ചു പറഞ്ഞു, ഞാൻ ഉടൻ തന്നെ തിരിച്ചു വരാം. ഇത് പറഞ്ഞ് അവൻ അവിടുന്ന് പോയി. ചോട്ടുമാൻ അവനെ കാത്തിരുന്നു. എത്രയോ മണിക്കൂർ കഴിഞ്ഞിട്ടും പക്ഷേ ജംബോ ആന തിരിച്ചു വന്നില്ല. അതേ 3 മൃഗങ്ങൾ അവന്റെ അടുത്തെത്തി. ചോട്ടുമാനെ, നിന്റെ ആരോഗ്യസ്ഥിതി അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വളരെ സങ്കടമായി. ഇത് നോക്ക്, ഞങ്ങൾ നിനക്ക് വേണ്ടി ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. അവന്റെ അടുത്തേക്ക് മുന്തിരിക്കൊല വെച്ച് അവനോടത് കഴിക്കാൻ പറഞ്ഞു അവർ. ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾക്ക്. എനിക്ക് ശരിക്കും നല്ല വിശപ്പുണ്ടായിരുന്നു.
ഇത് പറഞ്ഞ് അവൻ ആ മുന്തിരിങ്ങ മുഴുവനും കഴിച്ചു. അല്ല ചോട്ടുമാനെ, നിനക്ക് സുഖമില്ലാത്തൊരു സാഹചര്യത്തിൽ നിന്റെ ഉറ്റ സുഹൃത്ത് എവിടെ പോയി? എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവാറുള്ള ആളല്ലേ? അറിയില്ല എവിടെ പോയെന്ന്. രാവിലെ പോയതാ, ഇതുവരെ വന്നില്ല. അത് വിചാരിച്ചു കാണും നീ സുഖമില്ലാതിരിക്കുമ്പോൾ നിന്നെ ശുശ്രൂഷിക്കണമെന്ന്. മുങ്ങുന്നതാ നല്ലതെന്ന് വിചാരിച്ചു കാണും. അതുകൊണ്ടായിരിക്കും ഓടിപ്പോയത്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അതങ്ങനെ തന്നെയാണ്. ഞാൻ പറഞ്ഞിരുന്നില്ലേ, സമയം വരുമ്പോൾ നിനക്ക് ഞങ്ങളുടെ സൗഹൃദത്തിന്റെ വില മനസ്സിലാവുമെന്ന്. ഇതാണ് ആ സമയം. അവര് പറഞ്ഞ കാര്യം കേട്ട് ചോട്ടുമാന് നല്ല വിഷമമായി. പതുക്കെ പതുക്കെ വൈകുന്നേരമായി. പക്ഷെ ആനയുടെ ഒരു വിവരം ഉണ്ടായിരുന്നില്ല. മാന്റെ അസുഖവും കുറഞ്ഞില്ലായിരുന്നു. അടുത്ത ദിവസം രാവിലെ അവര് 3 പേരും വീണ്ടും വന്നു അവന്റെ അടുത്ത്. ഇപ്രാവശ്യം കുറച്ച് ഓറഞ്ചാണ് കൊണ്ടുവന്നത്. മാൻ അത് സന്തോഷത്തോടെ തന്നെ തിന്നു. അവന് ഗിൽട്ടി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എപ്പോഴും ചീത്തയെന്ന് കരുതിയ കുറെ കൂട്ടുകാർ അവര് തന്നെയാണ് ഇപ്പൊ അവനെ നന്നായി നോക്കുന്നതും. അവൻ എപ്പോഴും അവരോട് നന്ദി പറഞ്ഞു. അവരോട് മാപ്പും പറഞ്ഞു. കുറച്ചേരം അവരോട് സംസാരിച്ചു. പിന്നീട് അവര് 3 പേരും പോയി. ഇനി മതിയായി. ഇതിപ്പോ കുറെ കാലം ആയില്ലേ. ഇനി നമ്മളുടെ പ്ലാൻ നടപ്പാക്കാനുള്ള സമയമാണ്. വൈകുന്നേര സമയത്ത് മാൻ ഒറ്റയ്ക്കായിരുന്നപ്പോ അവിടെ ജംബോ ആന എത്തി. അവനെ കണ്ടപ്പോഴേക്കും ചോട്ടുമാന്റെ ദേഷ്യം അങ്ങ് കൂടി വന്നു. എന്ത് കാണാനാ ഇവിടെ വന്നത്? ഞാൻ ജീവനോടെ ഉണ്ടോ അതോ മരിച്ചെന്ന് നോക്കാനാണോ? എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്നെ കൂട്ടുകാരെന്ന് വിളിക്കണ്ട. കൂട്ടുകാരെന്ന് പറഞ്ഞാലേ നല്ല സമയം ചീത്ത സമയത്ത് നിക്കണ്ടവരാ. എനിക്ക് അസുഖം വന്നപ്പോഴേക്കും നീ എന്നെ ഒറ്റക്കിട്ടിട്ട് പോയതല്ലേ. എനിക്കിപ്പൊ ആഹാരമൊക്കെ കൊണ്ടു തന്നവരെ ഞാൻ അവരോട് നേരെ ചൊവ്വൊന്നും സംസാരിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. നിനക്കതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അതുകൊണ്ടാണ് നീ എന്നോട് ദേഷ്യപ്പെടുന്നത്. ഞാൻ നിന്റെ അടുത്തു നിന്നും ഓടിപ്പോയതല്ല. നിനക്ക് ഡെങ്കിപ്പനിയാണെന്നത് എനിക്ക് മനസ്സിലായിരുന്നു. മാത്രമല്ല, നിനക്ക് 3 നാൾ മാത്രമേ ജീവിക്കാനും പറ്റുള്ളൂ. ഞാൻ എൻ്റെ വീട്ടിൽ മരുന്ന് സൂക്ഷിച്ചിരുന്നെങ്കിലും അവിടെ ചെന്ന് നോക്കിയപ്പോൾ അതെനിക്ക് കാണാൻ കഴിഞ്ഞില്ല. എനിക്കാണെങ്കിൽ സമയവും കുറവായിരുന്നു. നിന്നോടിത് പറയാൻ ഞാൻ തിരിച്ചെത്തിയിരുന്നെങ്കിൽ ഇത് കൂടുതൽ വൈകുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പഴയ കാട്ടിലേക്ക് പോയത്. അവിടേക്ക് 2 ദിവസം ഞാൻ യാത്ര ചെയ്ത് ഈ ഔഷധ സസ്യം നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാ. ഇത് കഴിക്കു സുഹൃത്തെ, അല്ലെങ്കിൽ നാളേക്ക് നിന്റെ അസുഖം മാറില്ല. എനിക്കെന്റെ ഉറ്റ സുഹൃത്തിനെ നഷ്ടമാവും. ഇത് കേട്ട് ചോട്ടുമാന്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വന്നു. അവന സസ്യങ്ങൾ കഴിച്ചു. എന്നോട് ക്ഷമിക്കണേ ജംബോ ആനെ. അറിയാണ്ട് ഞാൻ നിന്നെ ശരിക്കും തെറ്റിദ്ധരിച്ചു കൂട്ടുകാരാ. വിശ്വസിക്കൂ എന്നെ. നിന്നെ ഞാൻ കണ്ടപ്പോ ഉണ്ടല്ലോ, എനിക്ക് ഒരുപാട് സന്തോഷമായി. അവര് രണ്ടുപേരും ഒരുപാട് നേരം സംസാരിച്ചു. അപ്പോഴേക്കും ചോട്ടുമാൻ ശരിയാകുകയും ചെയ്തു. എന്റെ കൂട്ടുകാരാ, നീ നോക്ക്, ഞാൻ ശരിക്കും അങ്ങ് ശരിയായല്ലോ. അവൻ സ്വന്തം കാലിൽ നിന്ന് ചാടാനും ഓടാനും ഒക്കെ തുടങ്ങി. 2 പേരും ഗുഹയിൽ നിന്നും പുറത്തു വന്നപ്പോഴേക്കും ദാ വരുന്നു സിംഹത്തിന്റെ കൂടെ 3 പേരും. അതെ, നിങ്ങളുടെ കൂടെ ഇതെന്താ സിംഹം ഇവിടെ വന്നേക്കുന്നേ? സിംഹരാജൻ, ഇതാണാ മാന് ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഇത് കേട്ട് ചോട്ടുമാൻ പേടിച്ചു. ഇപ്പൊ അവന് മനസ്സിലായി ഈ 3 പേരെ എന്തിനാണ് അവനെ സഹായിച്ചതെന്ന്. എന്റെ ഇഷ്ടഭോജനം ഒരു മാൻ. ഇത് പറഞ്ഞതോടെ സിംഹം നേരെ അവന്റെ അടുത്തേക്ക് വന്നു. അപ്പോഴേക്കും ജംബോ ആന അവന്റെ മുമ്പിലേക്ക് വന്ന് പറഞ്ഞു, ഞാൻ ഇവിടെ ഉള്ളപ്പോൾ എന്റെ കൂട്ടുകാരനെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇതും പറഞ്ഞ് സിംഹത്തിന് നല്ലൊരു തട്ടങ്ങ് കൊടുത്തു. നേരെ ദൂരെ പോയി വീണു. നിങ്ങളെല്ലാവരും എന്നെ ഇൻസൾട്ട് ചെയ്യാനാണോ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? ഇല്ല സിംഹരാജ, അങ്ങനെയല്ല. ഞങ്ങൾ നിങ്ങളെ പോട്ടാൻ ആഗ്രഹിച്ചു. ആനയുടെ കയ്യിൽ നിന്നും തല്ലു മേടിക്കാനാണ് നിങ്ങൾ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നിങ്ങളെയൊക്കെ ഞാൻ... ഇങ്ങനെ പറഞ്ഞ് സിംഹം നേരെ അവരുടെ പുറകിലായി. അവര് 3 പേരും ഒച്ച വെച്ച് നിലവിളിച്ച് അവിടുന്ന് പോയി. ചോട്ടുമാനും ജംബോ ആനയ്ക്കും ഇത് കണ്ട് ഒരുപാട് സന്തോഷമായി. അങ്ങനെ എന്നത്തെയും പോലെ ഒരുമിച്ച് തന്നെ കറങ്ങാനും പോയി. കറുത്ത കാക്കേ, നീ എന്നെ സഹായിക്ക്. എന്റെ ശിഖരം ഒടിഞ്ഞു തൂങ്ങിക്കിടക്കുന്നു.
എനിക്ക് ഒരുപാട് വേദനിക്കുന്നു. നീ ഇതൊന്ന് ഒടിച്ചു കളയുമോ? ഞാനെന്തിന് നിന്നെ സഹായിക്കണം? നിന്റെ കാര്യം നീ തന്നെ നോക്ക്. അതുമല്ലാതെ എനിക്കിതിനൊന്നും നേരമില്ല. ഈ കഥ അമേസാൻ കാട്ടിൽ നടന്നത്. അവിടെ ബൂനി എന്നൊരു കുരുവി ജീവിച്ചു കൊണ്ടിരുന്നു. അതിന് 2 കുട്ടികൾ ഉണ്ടായിരുന്നു. അതിന്റെ കുഞ്ഞുങ്ങൾ ഇനിയും വളർന്നിട്ടില്ല. അതുകൊണ്ട് 2 പേരും ഇപ്പോൾ കുറഞ്ഞ ഉയരത്തിൽ പറക്കുകയുള്ളൂ. പക്ഷേ 2 കുഞ്ഞുങ്ങളും ഇടയ്ക്കിടയ്ക്ക് വഴക്കിട്ടുകൊണ്ടേയിരിക്കും. ഒരു ദിവസം ബോനിക്കുരുവിയുടെ കുഞ്ഞ് വേറൊരു കുരുവിയുടെ വീട്ടിൽ ചെന്ന് അവിടെയുള്ള ഭക്ഷണം മോഷ്ടിച്ചു കൊണ്ടുവന്നു. ബോനിക്കുരുവിക്ക് ഈ കാര്യം അറിഞ്ഞ ഉടനെ അതിനും അതിന്റെ അനിയത്തിക്കും ഇത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ബോനിക്കുരുവി അതിന്റെ കുട്ടിയോട് ചോദിച്ചു, ഇവിടെ നോക്കുമോനെ പിങ്കു, നീ ഇപ്പൊ ചെയ്തില്ലേ? ഈ കാര്യം ചെയ്യാനേ പാടില്ല. നീ ഇങ്ങനെ ചെയ്ത വലിയ തെറ്റാണ്. അമ്മേ, എന്നോട് ക്ഷമിക്കൂ. ഞാനിനി ഇങ്ങനെ ഒന്നും ചെയ്യില്ല. ഇവിടെ നോക്കുമോനെ, ഞാൻ നിന്നെ ചീത്ത പറഞ്ഞില്ല, നിന്നോട് ദേഷ്യവും പെട്ടില്ല. നിന്നോട് ഇത് തെറ്റാണെന്ന് മനസ്സിലാക്കിയതാ. ഒരുപക്ഷെ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ ശീലം വളരെ മോശമായി മാറും. തെറ്റായി മാറുമെന്നോ? എന്നുവെച്ചാൽ അമ്മ എന്താ പറഞ്ഞു വരുന്നത്? എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. നിനക്കിത് നന്നായി മനസ്സിലാവാൻ ഞാൻ ഒരു ദിവസം നടന്ന ഒരു കഥ പറഞ്ഞു തരാം. ആ അമ്മേ, പറയൂ. പല നാളുകൾക്ക് മുന്നേ ഒരു കാട്ടിൽ കാലു എന്നൊരു കാക്ക ജീവിച്ചുകൊണ്ടിരുന്നു. അത് ഒരുപാട് കുസൃതിയായ കാക്ക. കാലു കാക്ക എപ്പോഴും മറ്റുള്ളവരുടെ ഭക്ഷണം മോഷ്ടിക്കും. ആരെയും കൂട് പണിയാൻ അത് സമ്മതിക്കില്ല. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് മഴക്കാലം വന്നു. അതുകൊണ്ട് എല്ലാവരും കൂട് പണിയുന്ന പണിയിൽ ഇരുന്നു. പക്ഷെ കാലു കാക്ക അതിന് വീടും പണിതില്ല. മറ്റുള്ളവരെ വീട് പണിയാനും സമ്മതിച്ചില്ല. അത് കഴിഞ്ഞത് ചട്കലി എന്ന കുരുവിയുടെ വീട്ടിൽ ചെന്നു. ചട്കാലിക്കുരുവി, നിന്റെ കയ്യിലുള്ള ഭക്ഷണം എനിക്ക് തരൂ. നാളെ എനിക്ക് കിട്ടുമ്പോൾ ഞാൻ അതിൽ നിന്നും നിനക്ക് തരാം. എനിക്കിന്ന് നന്നായി വിശക്കുന്നു. ശരി കാലുക്കാക്കേ, ഇന്ന് നിനക്ക് ഞാൻ ഭക്ഷണം തരാം. പക്ഷെ നീ അത് തിരിച്ചു തരാൻ പോകുന്നില്ല. വീണ്ടും എന്നോട് വന്ന് ഭക്ഷണം ചോദിക്കും. എന്നോട് ക്ഷമിക്ക്, ഇത്തവണ ഞാൻ ഉറപ്പായും നിനക്ക് തരാം. അത് കഴിഞ്ഞ് കാലുക്കാക്ക ഭക്ഷണം വാങ്ങിയിട്ട് അവിടുന്ന് പോയി. അവിടുന്ന് ചെന്ന് ഒരു മരത്തിന് പുറകെ ഒളിച്ചിരുന്നു. എന്തിനു വേണ്ടിയോ അത് കാത്തിരുന്നു. എപ്പോ ചട്കലി കുരുവി അതിന്റെ വീട് വിട്ട് പുറത്തു പോകും, അതിന്റെ കൂടിനെ എങ്ങനെ നശിപ്പിക്കാമെന്ന് കാത്തിരുന്നു. ചട്കലി കുരുവി അതിന്റെ വീട് വിട്ട് പുറത്ത് പോയതും കാലുക്കാക്ക അവിടെ വന്ന് ചട്കലി കുരുവിയുടെ ആ വീട് അത് നശിപ്പിച്ചു. അത് കഴിഞ്ഞ് ചട്കലി കുരുവി അവിടെ വന്ന് അതിന്റെ കൂട് നോക്കി അത് കരഞ്ഞുകൊണ്ടേ പറഞ്ഞു, അയ്യോ ദൈവമേ, എന്താ ഇത്? ആരാ എന്റെ കൂടെ ഇങ്ങനെ ചെയ്തത്? ഇപ്പൊ ഞാൻ കൂടിന് എന്ത് ചെയ്യും? ഇനി വരാൻ പോകുന്നത് മഴക്കാലം. അയ്യോ ദൈവമേ, മഴക്കാലത്തിൽ തന്നെ ഇങ്ങനെ ചെയ്തല്ലോ. ആരെന്റെ കൂട് ഇങ്ങനെ നശിപ്പിച്ചോ? അവരെ എന്റെ ശാപം വെറുതെ വിടില്ല. അവർക്ക് തീർച്ചയായും നാശമേ നടക്കൂ. കാലു കാക്ക ഇതൊക്കെ കണ്ടുകൊണ്ട് ദൂരെ ഒരു മരത്തിൽ നിന്ന് ചിരിച്ചു കൊണ്ടിരുന്നു. മറ്റു പറവകളുടെ കൂടും അത് അതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരുന്നു. കാലു കാക്ക എപ്പോഴും ആർക്കു വേണ്ടിയും ഒരു സഹായം ചെയ്തില്ല. ഒരു ദിവസം ഒരു മരത്തിന്റെ ചില ഒടിഞ്ഞിരുന്നു. അപ്പൊ ആ മരം കാലു കാക്കയോട് സഹായം ചോദിച്ചു. കറുത്ത കാക്കേ, നീ എന്നെ സഹായിക്ക്. എന്റെ ശിഖരം ഒടിഞ്ഞു തൂങ്ങിക്കിടക്കുന്നു. എനിക്ക് ഒരുപാട് വേദനിക്കുന്നു. നീ ഇതൊന്ന് ഒടിച്ചു കളയുമോ? ഞാനെന്തിന് നിന്നെ സഹായിക്കണം? നിന്റെ കാര്യം നീ തന്നെ നോക്ക്. അതുമല്ലാതെ എനിക്കിതിനൊന്നും നേരമില്ല. കറുത്ത കാക്കേ, നിനക്ക് കുറച്ചുപോലും മനസാക്ഷിയില്ലേ? പരിചയമില്ലാത്തവർ പോലും പരസ്പരം സഹായിക്കും. നമ്മൾ എത്ര വർഷമായി പരിചയക്കാരാണ്. എന്റെ ഫലങ്ങൾ വരെ നീ കഴിക്കും. എന്നിട്ടും നീ എന്നെ സഹായിക്കുന്നില്ലല്ലോ. അതിന് നീ എന്തിനാ എന്നോട് സഹായം ചോദിച്ചത്? എന്നോട് സഹായം ചോദിക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞോ? അത് കഴിഞ്ഞ് കാലുക്കാക്ക അവിടുന്ന് പോയി. ചില നാളുകൾക്ക് ശേഷം മഴക്കാലവും വന്നു. ഇപ്പോ കാലുക്കാക്കയ്ക്ക് കഴിക്കാൻ ഭക്ഷണവുമില്ല, താമസിക്കാൻ കൂടുമില്ല. എന്തെന്നാൽ അത് അതിനു വേണ്ടി കൂട് പണിതില്ലല്ലോ. അതുകൊണ്ട് അത് അന്ന് ദിവസം മുഴുവൻ മഴ നനഞ്ഞ് വിശപ്പിൽ വിഷമിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ട് അതിന് സുഖമില്ലാതായി. പക്ഷെ ആരും ആ കാട്ടിൽ അതിന് ഒരു സഹായവും ചെയ്തില്ല. ഇതുപോലെ പിടഞ്ഞ് പിടഞ്ഞ് അത് അവിടെ മരിച്ചുപോയി.
ഇത് നോക്കുമോനി പിങ്കു, ഇപ്പൊ നിനക്ക് മനസ്സിലായോ മറ്റുള്ളവരെ നശിപ്പിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന്? മോഷ്ടിക്കുന്നത് വളരെ ദുശ്ശീലമാണ്. ആരോടും അനുമതി ചോദിക്കാതെ അവരുടെ സാധനം എടുക്കുന്നത് തെറ്റാണ്. അതെ അമ്മേ, കാലു കാക്കയ്ക്കും ഇതല്ലേ സംഭവിച്ചത്? അതിന്റെ അവസ്ഥ അവസാനം എന്തായി? എപ്പോഴും നാശം ചെയ്യുന്നവർക്ക് ഉറപ്പായും നാശമേ നടക്കൂ, അല്ലമ്മേ? അമ്മേ, ഇനി ഞാൻ ഒരു തെറ്റും ചെയ്യുകയേയില്ല അമ്മേ. എനിക്ക് ആ കാക്കയെ പോലെ ആകണ്ട. അതിനോട് ആരും സംസാരിക്കില്ല അല്ലേ? അതിന്റെ കൂടെ ആരും കളിക്കില്ല. ഞാനൊരു നല്ല പക്ഷിയായി മാറും. ഇതാണ് നല്ല കുട്ടി. ബോനിക്കുരുവി ഈ കഥ പറഞ്ഞ് ഒരു പാഠം പഠിപ്പിച്ചു. ആരെങ്കിലും എന്തെങ്കിലും സഹായം ആവശ്യപ്പെട്ടാൽ നമുക്ക് പറ്റിയാൽ ആ സഹായം നമ്മൾ ചെയ്യണം. അതുപോലെ ആർക്കെങ്കിലും നമ്മൾ നാശം വിചാരിച്ചുവെങ്കിൽ അപ്പൊ നമുക്കും അത്രയധികം നാശം നടക്കും. നമ്മൾ മറ്റുള്ളവർക്ക് നാശം ചെയ്ത അളവിൽ ഒരുപക്ഷെ നമ്മൾ തെറ്റായ കാര്യങ്ങൾ ചെയ്തുവെങ്കിൽ അതിനായ ശിക്ഷ ഈ ജന്മത്തിൽ നമുക്ക് കിട്ടും. മോഷണം എന്നുള്ളത് തീർച്ചയായും തെറ്റായ കാര്യമാണ്. മോഷണത്തിന് പകരം നമ്മളെക്കൊണ്ട് പറ്റുന്ന സഹായം നമ്മൾ ചെയ്യണം.